സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ് ഇപ്പൊ നടക്കുന്ന ലൈവിനെ കുറിച്ചാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ഗംഭീരമായിട്ടുള്ള ഈ സീസണിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുറച്ച് മണിക്കൂറുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കുത്തിരിക്കായിരുന്നു. അതെ, അതായത് ഇരുന്ന് കാണായിരുന്നു. ടാസ്കിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്ക് വരാൻ പോകുന്നുണ്ട്. അതായത് മിഡ് വീക്ക് സസ്പെൻഷൻ, അതിന്റെ ടാസ്ക് ആണ് നടന്നിട്ടുള്ളത്. ഗംഭീരമായിട്ടുള്ള ഒരു ടാസ്ക്, ആരും അലമ്പാക്കാതെ വളരെ സീരിയസ് ആയിട്ട്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതായത് സീരിയസ് ആയിട്ട് ടാസ്ക് ചെയ്യുക എന്നുള്ളത്, അതായത് അതിൽ ഇൻവോൾവ് ആയി നമുക്കൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് കൃത്യമായിട്ട് കിട്ടിയിട്ട് ഓരോ ടാസ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു വൈബുണ്ട് മക്കളെ. ഇത് നമ്മളിങ്ങനെ കാത്തിരിക്കാന്ന് പറയില്ലേ ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട്. അതെ, അതായത് അങ്ങനെയായിരുന്നു അതിന്റെ ഇവര് 6 പേര് എവിക്ഷനിലേക്ക് വന്ന 6 പേര് സെലക്ട് ചെയ്തതും ആൾക്കാരെ അല്ല മറ്റുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തതും ഒക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിൽ തന്നെയായിരുന്നു. ഈ ഗെയിം എന്തായിരിക്കും, ഇവര് അതിനകത്ത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാലോ ഗെയിം, അതെങ്ങനെ അവർ ചെയ്യും എന്നുള്ളത് കാത്തിരിക്കുന്നു. അതങ്ങോട്ട് എന്താ പറയാ, തുടങ്ങി കഴിഞ്ഞിട്ട് തീരുന്നോടം വരെ ഇങ്ങനെ ഇരുന്ന് കാണും. ഒരേ വൈബില് കണ്ടിരുന്നു. അതായത് 6 പേരായിരുന്നു അതിൽ, അതായത് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് 6 ആൾക്കാർ. ഇവർ ഈ 6 പേരും 2 പേരെ വെച്ചിട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 6 പേരും അവരെ ചതിക്കോ അതോ അവർക്ക് വേണ്ടി മരിക്കോ, ഇതാണ് അറിയേണ്ടിയിരുന്നത്. സത്യമായിട്ട് പറയാ, എന്തൊരു രസം എന്നറിയോ. ശരിക്കും ഇതിന്റെ മത്സരത്തിന്റെ റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതെ അതെ, ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞിട്ട് എല്ലാരും ഒന്ന് ക്ലീൻ ആയി വന്നിരിക്കുന്നതേ ഉള്ളൂ. അതെ, റിസൾട്ട് എന്താണെന്നോ ഒന്നും അറിഞ്ഞൂടാ. അതിന്റെ ആവശ്യമില്ല. ഇതിന് റിസൾട്ട് എന്താണെങ്കിലും ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഇതുവരെയുള്ള ഏറ്റവും നല്ല മൊമെന്റ്സ്. ഇതിന്റെ വൈബ് എന്നൊക്കെ പറഞ്ഞാലേ അതിനകത്ത് നമുക്കിപ്പോ ഓരോരുത്തരെയും പറയേണ്ടി വരും. സെലക്ട് ചെയ്തവരൊക്കെ ഇപ്പൊ റെന ഫാത്തിമ തെരഞ്ഞെടുത്തിരുന്നത് ആര്യനെയും ജിസലിനെയായിരുന്നു. അനീഷ് തെരഞ്ഞെടുത്തിരുന്നത് ശരത്തിനെയും അനുമോളെയായിരുന്നു. അതിനുശേഷം സരിക തെരഞ്ഞെടുത്തത് നെവിനെയും അഭിലാഷിനെയായിരുന്നു. അതിനുശേഷം ശാരിക തെരഞ്ഞെടുത്തത് ആദില നൂറ ബിന്നിയായിരുന്നു. അതിനുശേഷം രേണുവിന് വന്നത് ബിൻസിയും പിന്നെ പിന്നെ ഒരാളും കൂടെ ഒനിയൽ ഷാജഹാനും ഷാനവാസും അക്ബറും. ഇതിലെ പ്രത്യേകത എന്ന് വെച്ചാല് ഇന്ന് രാവിലെ അക്ബറും ഒനിയിലും ഷാനവാസും തമ്മിലൊന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 പേരുമാണ്, അതായത് അക്ബറും ഷാനവാസും ഭയങ്കര ശത്രുക്കളാണ്. അവർ 2 പേരും ഒരുമിച്ച് നിന്നിട്ടാണ് ആർക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത്, ഒനിയലിന് വേണ്ടി കളിക്കുന്നത്. അതില് ഷാനവാസ് ഒനിയലിന്റെ കൂടെ ആയിരുന്നു ഇന്ന്, അതുപോലെ അക്ബർ ഒനിയലിന് എതിരുമായിരുന്നു. പക്ഷെ കളിക്കുന്ന കളി ഗെയിമിലേക്ക് വന്നപ്പോ അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഗംഭീരം. അത് നമുക്ക് പറയണം, ഓരോരുത്തരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ആ സമയത്ത് ഷാനവാസിന്റെ മികച്ച ക്യാപ്റ്റൻസി കൂടി കാണായിരുന്നു. അതിലേക്ക് വരാം, അത് എപ്പോഴാണെന്നുള്ളത് പറയാം. പിന്നെ നമ്മുടെ ഷൈത്തിയും ഇവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയും രേണുവിനെ, അത് ശൈത്യമാണെന്ന് പറഞ്ഞു. രേണുവിന് ലാസ്റ്റ് കിട്ടിയത് ഇവരെയാണ്. രേണു സെലക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തന്നെ ശൈത്യം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് കരുതിയിരിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെല്ലാരും ഉപേക്ഷിച്ചു പോയത്. ലാസ്റ്റ് കിട്ടിയത് രേണു ചേച്ചിക്കാണ്. രേണു ചേച്ചിനെ എന്ത് കൊടുത്തിട്ടും ജയിപ്പിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഗെയിം തുടങ്ങി ഫസ്റ്റ് കീ ഇട്ടിട്ട് അവരാ ബോക്സ് തുറന്ന അവരാ. ആ ഡ്രസ് ഇട്ടിട്ട് ആദ്യം ചെളിയിലേക്ക് ഇറങ്ങിയതും അവരാണ്. ശൈത്യയുടെ ഗംഭീരമായിട്ടുള്ള ഫിസിക്കൽ ടാസ്ക് ആണ് നമ്മൾ കണ്ടത്. മാത്രല്ല, അതായത് ആ ഒരു ഇമോഷൻ അതിലുണ്ടായിരുന്നു. സത്യം, ഇവർക്കൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. കാരണം ഇവരെയൊക്കെ മുകളിൽ മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത് അവർക്കും കൂടി തെളിയിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൂടി അവിടെ കാണിച്ചു. ഇനി മറ്റൊന്ന്, അനീഷ് തെരഞ്ഞെടുത്ത 2 ആൾക്കാർ, ഒന്ന് അനുമോളും ഒന്ന് ശരത്തുമായിരുന്നു. അപ്പാനി ശരത്തും അനീഷും തമ്മിലുള്ള ശത്രുത എന്തോരുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഭയങ്കര ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല ഇവർ തമ്മിൽ ഇത്രയായിട്ട് 2 ആഴ്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. പക്ഷെ അവരുടെ ശത്രുത വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ശത്രുത പോലത്തെ ശത്രുതയാണ് നിൽക്കുന്നത്. എന്നിട്ട് അതായത് ഈ മത്സരം തുടങ്ങുന്നു, അവസാനം ഇത് തുറന്നതും, അതായത് കീ കെട്ടുന്നുണ്ടായിരുന്നില്ല.
കീ കിട്ടുന്നുണ്ടായിരുന്നില്ല ആർക്ക്, ആ ബോക്സ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് അനുമോൾക്കും ശരത്തിനും. പക്ഷെ അനീഷ് അവിടെ നിന്ന് ഇങ്ങനെ ചാടുകയാണ്, വേഗം വേഗം എന്ന് പറഞ്ഞ് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ. അതായത് നമുക്കത് കാണുമ്പോഴാണ് ഇങ്ങേർക്ക് ഇങ്ങനെ കളിച്ചൂടെ. അതായത് ഈ ഭയങ്കര അരോചകരായിട്ട് മറ്റുള്ളവർ വെറുപ്പിച്ചോട്ടെ, അത് വേറെ രീതിയിലാവണം. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഇത് നടന്നത്. ഇന്ന് അനീഷിന്റെ കുറെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ട്. അതാണ് ഇന്ന് ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് ഇതിന്റെ ഇടയ്ക്ക് ഇവരാണ് ഏറ്റവും ലാസ്റ്റ് 2 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഇവര് ചെളിയിൽ ഇറങ്ങുന്നത്. അതും ഇറങ്ങാതിരിക്കാൻ 2 പ്രാവശ്യം അനീഷ് തന്നെ വന്നിട്ട് മാറ്റി. അതായത് കറക്റ്റ് റൂൾ അനുസരിച്ച് വേണം ഇറങ്ങാൻ. അതെ അതെ, അതിൽ ഇന്ന ഗ്ലാസും മറ്റേ ഇതൊക്കെ ഇടണം. അതൊക്കെ ഇട്ടതിന് ശേഷം ഇറങ്ങാൻ പാടുള്ളൂ. അപ്പൊ ഇവര് ഇത് തുറന്ന് ഡ്രസ്സ് ഇട്ട ഉടനെ ചാടി ഇറങ്ങി. ആ രീതിയിലായിരുന്നു അനുമോള് ചാടിയത്. പക്ഷെ അതായത് ഈ ശരത്തുണ്ടല്ലോ, ശരത്തിന് ഇത് എടുത്ത് കൊടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള വാശി അനുമോൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ആവുന്നില്ല, ഇതൊന്ന് കിട്ടിയെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു അനീഷിൻ്റെത്. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഷാനവാസ് ക്യാപ്റ്റനാണ്, അപ്പുറത്ത് മറ്റൊരാൾക്ക് കളിക്കുന്ന ആളാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു, ശരിയാക്ക്. അതെ അതെ, അങ്ങനെ സജഷനൊക്കെ കൊടുക്കുന്നു ആർക്ക്, അനുമോൾക്കും ശരത്തിനും. അപ്പൊ നമ്മളിങ്ങനെ കാണാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഗെയിം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ട് അതിൽ. എന്താ അറിയോ, അനുമോൾ ഇറങ്ങി ഫസ്റ്റ് ഇത് ഒരു കോയിൻ കിട്ടിയപ്പോ അനീഷും അപ്പോഴാണ് കേട്ടോ, അതാണ് സ്പോർട്സ് എന്ന് പറയുന്നതിന്റെ ഒരു ബലം എന്ന് പറയുന്ന ആ സാധനമാണ്. ആ സമയത്ത് അപ്പനിശരത്തും അനീഷും കൂടി കെട്ടിപ്പിടിച്ചിട്ട് എന്തൊരു രസമായിരുന്നു. എന്താ രസം അത്, പറഞ്ഞറിയാമല്ലോ. അതായത് ഈ സീസണിലെ ഏറ്റവും വലിയ 2 ശത്രുക്കൾ ഒരുമിച്ച് കളിച്ച് അവർക്ക് വേണ്ടി കളിച്ച് അവിടെ അവർ കെട്ടിപ്പിടിച്ച് ചാടുന്നു. അതായത് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്, അതായത് അനീഷ് ഇവരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരെ പുറത്താക്കാൻ വേണ്ടി അതിൽ ചതി അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിക്കുന്നായിരുന്നു. അങ്ങനെയല്ല, ഫുൾ പോസിറ്റീവായിട്ടുള്ള ഒരു കിടിലൻ ടാസ്കും ഒരു ഇത്ര മണിക്കൂറുകളാണ് നമുക്ക് കിട്ടിയത്. നെവിനൊക്കെ ടാസ്ക്, നെവിൻ കിടിലനായിട്ടാ എനിക്ക് തോന്നുന്നു. നെവിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ 14, 15 അങ്ങനെ എത്രയൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഒന്ന് ചോദിക്കുമ്പോൾ മാത്രമേ പറയൂ. അതെ, അവര് കണക്ക് പ്ലാസ്മ ടിവിന്റെ മുമ്പിൽ നിന്ന് ബോധിപ്പിച്ചിട്ടില്ല ആരെയും. അത് അനൗൺസ് ചെയ്താലേ അറിയുള്ളൂ. അതുവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും. അതെ അതെ, അറിയില്ല. അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. അത് ഇതിനകത്ത് പറയുമ്പോൾ മാത്രം അറിയാൻ പറ്റും. നമ്മൾ വീഡിയോ ചെയ്യുന്നത് വരെ അതിന്റെ കണക്ക് വന്നിട്ടില്ല. അപ്പോ ഈ നെവീന് ഇത് എടുത്തു കൊടുക്കുന്നത് മാത്രല്ല, ആളവിടെ മറ്റുള്ളവർക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി കയ്യും കോലൊക്കെ വിടർത്തി അങ്ങ് കടന്നു. പിന്നെ ഒരു ഏരിയയില്ല. എന്ത് രസമുള്ള കളിയാണെന്ന് അറിയോ. പക്ഷെ എന്താണെങ്കിലും എന്താ പറയാ, ഒരു ബഹളവും ഇല്ലാതെ ടാസ്ക് തീരുമ്പോൾ അത് കച്ചറം ബഹളം ഉണ്ടാക്കരുത്, അങ്ങനെയല്ല പറയുന്നത്. ഇങ്ങനത്തെ ടാസ്കുകൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കേണ്ട പല സമയങ്ങളും ഉണ്ട്. ഇതേപോലത്തെ ഒരു സാധനമാണ് ഇന്നലെ മിസ്സായത്. അതെ, ഇന്നലെ ഇതേപോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു ടാസ്ക് കാണേണ്ടതായിരുന്നു. ഗംഭീര സാധനമായിരുന്നു. ആ സാധനമാണ് ഇന്നലെ മിസ് ചെയ്ത് കളഞ്ഞത്. ഇതിപ്പോ എന്താണെന്നറിയോ, ഇത് അനീഷിന് ഇതില് ഇൻവോൾവ് ആവണം, ആളിതിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് അനീഷ് അതിന് സപ്പോർട്ട് ചെയ്ത് ആ ഗെയിമിന്റെ ഭാഗമായത്. ഇതിന്റെ ഗെയിമിന്റെ ഭാഗമാകാതെ ഒരാൾ അടഞ്ഞാൽ മതി, അത് ആകെ വേസ്റ്റായി മാറും ആ ഒരു ഗെയിം. ഇതിൽ അങ്ങനെ സംഭവിച്ചില്ല. ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് അനീഷിനാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതെ, അതായത് അതൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. അവര് നന്നായിട്ട് ചെയ്തു, കെട്ടി നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അത് മതി, അത്രേ ഉള്ളൂ. അതാണ് ജെന്യൂൻ ആയിട്ടുള്ള റിയാക്ഷനും ജെന്യൂൻ ആയിട്ടുള്ള റെസ്പോൺസും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ശരിക്കും കാണാൻ പറ്റി. ഭയങ്കര സാധനമായിരുന്നു. ഇപ്പൊ കലാഭവൻ സരിക, ആള് ഭയങ്കര ഇമോഷണൽ കരഞ്ഞുപോയി ആള്. പിന്നെ രേണുസുതിക്ക് ഫിസിക്കലി ഇത് കഴിയുമെന്നുള്ളൊരു, ഇപ്പൊ തീരെ വയ്യാന്നൊക്കെ ആളെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്തു കൊടുക്കുന്നത്, അതായത് ശൈത്യയും RJ ബിൻസിയും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ, അവർ തമ്മിലുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഗംഭീര സാധനമായിരുന്നു. പിന്നെ ആര്യൻ വളരെ മികച്ച ഗെയിം നടത്തി. പക്ഷെ ചെളി ആള് അങ്ങനെ തെറിപ്പിച്ചു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താവുന്നത് അതറിയാൻ സംഭവിച്ചാവാം, മേ ബി അങ്ങനെ ആയിരിക്കാം, അറിഞ്ഞുകൊണ്ടായിരിക്കാം. അതെ, എന്താണെങ്കിലും അതൊന്നും നമ്മളെ ആ സൈഡൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇപ്പുറത്ത് അത്രയും ഭംഗിയായിട്ടൊരു സംഭവം നടക്കുമ്പോ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അതാണ് ഇതിന്റെ സത്യാവസ്ഥ.
എന്തായാലും ഗംഭീരം. അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് നല്ല. ഇപ്പോഴാണ് ശരിക്കും ലൈവ് കണ്ടപ്പോ ഒരു പിന്നെ ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലേ, ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. കാരണം ഗെയിം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് കരുതി, പിന്നെ റിസൾട്ട് വരട്ടെ എന്ന് കരുതി. പക്ഷെ റിസൾട്ട് വരാൻ ലേറ്റ് ആയി കിടക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ചെയ്തേക്കാമെന്ന് ഞങ്ങൾ മനഃപൂർവ്വം തീരുമാനിച്ചതുകൊണ്ട് മാത്രം. അല്ലാതെ അത് കണ്ടിരിക്കുകയാണ്, വീഡിയോ ചെയ്യാൻ പോലും തോന്നില്ല, കണ്ടിരിക്കാൻ തോന്നുന്നു. ഗംഭീരം. ആ ശല്യം ഉണ്ടല്ലോ, ഇത് ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന ആ ഒരു ഇത് നിർത്തിയാൽ തന്നെ എന്തൊരു ഗംഭീരാണ് ഈ സീസൺ എന്നറിയോ. പോളി. അതൊന്നും മനസ്സിലാക്കി കളിച്ചാണ്ടല്ലോ. അതെ, ഇടയ്ക്കൊന്ന് തോന്നി. ഞാൻ എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഇങ്ങേർക്ക് ഇങ്ങനെ കളിച്ചുകൂടെ, നമ്മളെന്താ പറയാ, നമ്മൾ ചെയ്യുന്നത്. ആ ആളുടെ തുള്ളിച്ചാട്ടം കണ്ടപ്പോ തന്നെ എനിക്ക് അതിലൊരു ഏച്ചുകെട്ടലും ഇല്ല, ഒരു സാധനമില്ല അതിനകത്ത്. വാശിയോ വൈരാഗ്യോ അല്ലെങ്കിൽ ഇതിന്റെ നേടണം എന്നുള്ള സാധനം ഒന്നുമില്ല. ഓൺലി സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രം. നമുക്കൊന്ന് ജയിക്കണം എന്ന് വിചാരിച്ചു, ജയിക്കാൻ പറ്റിയില്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടൂലേ, മാക്സിമം ശ്രമിക്കുക. ആ സാധനത്തിന്റെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആൾക്കുണ്ടായിരുന്നു. അത് നമുക്ക് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എന്ത് ഭംഗിയായിട്ട് ഇയാള് കളിക്കുന്നത്. എല്ലാരും ഒരാളെ മോശം പറയാനില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള, ഇപ്പൊ ഒരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വൈകാരികമായിട്ടുള്ള ഓരോ ഡ്രാമ ഉണ്ടാവില്ലേ, അതുപോലെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ ചിലത് തെളിയിക്കാനുണ്ടായിരുന്നു. ആ രീതിയിൽ എല്ലാം മികച്ചു വന്ന ഒരു സാധനം. സൂപ്പർ.